ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ 50 പേർക്കുള്ള ബിരിയാണി റെഡിയാക്കുകയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണുള്ളത് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ കുറേ പണികൾ തീർത്ത് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എത്ര പേർക്കുള്ള ബിരിയാണി ആണെങ്കിലും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് മസാലകളൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കാനാണ് പോണത്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇറച്ചിയിലൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇവിടെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെയാണ് കേട്ടോ ഞാൻ തേച്ച് വയ്ക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബോക്സിലോ അല്ലെങ്കിൽ കവറിലോ കെട്ടി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മദ്രസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കണത്. മദ്രസയിൽ കുട്ടികൾക്ക് കൊടുക്കണം, പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. 50ഓളം പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ. മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നേരെയാക്കാനായിട്ടിരുന്നു കേട്ടോ. അധികം എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം തന്നെ നേരെയാക്കി വെക്കുകയാണ് ചെയ്തത്. സവാളയൊക്കെ നേരെയാക്കി ഞാനൊരു സിപ്ലോ കവറിലിട്ട് സൂക്ഷിച്ചു വെച്ചു. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ പേസ്റ്റാക്കി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കുക്ക് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ സവാളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം അരിഞ്ഞാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30ക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ 10:30 ആകുമ്പോഴേക്കും നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ 6:30 ആയപ്പോഴത്തേക്കും റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മൾ പുറത്തേക്ക് വെച്ചു. തക്കാളിയൊക്കെ നമ്മൾ കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ മല്ലിയിലയും പുതിനയിലയൊക്കെ നമ്മൾ ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു ഉരുളി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ചിക്കൻ പൊരിക്കുന്നതിന് മുന്നേ തന്നെ ഉരുളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ ചുറ്റും റബ്ബർ തോട്ടാണ് കേട്ടോ. അവിടെ ഒരു കുരങ്ങൻ പോണതാട്ടോ കാണുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ കുരങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പോയി. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളകൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ ഞാൻ ഈ മല്ലിയിലയിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസാലകളും കൂടി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഉള്ളിയും സവാളയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്ന് വഴന്ന് വന്നിട്ട് വേണം കേട്ടോ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാനായിട്ട്. അതൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഗരം മസാലയൊക്കെ ഇട്ട് നമ്മളിവിടെ ചിക്കൻ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഉമ്മ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ പണി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ റൈസ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 കിലോയോളം വെക്കുന്നുണ്ട്. അങ്ങനെ വേറൊരു ഉരുളി കഴുകി വെച്ചതിന് ശേഷം നമ്മൾ നെയ്യും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഫ്രൈ ചെയ്തതിനൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സവാളയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അരി കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളി ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തീ കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളുണ്ടല്ലോ പുറത്ത് അടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഈ ഉരുളി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ എല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 6 കിലോയോളം അരിയാണ് വെക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ജീരകശാല അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളത് തിളച്ചൊരു പകുതി വേവായി കഴിയുമ്പോൾ തന്നെ നമ്മൾ തീ മാറ്റിയതിന് ശേഷം മൂടിയിട്ടിട്ട് ആ ഒരു കനലിൻ്റെ ചൂടിലാണ് കേട്ടോ വെന്ത് കിട്ടുന്നത്.
ഇതുപോലെ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരാൾ മാത്രം മതി കേട്ടോ. നമുക്ക് ഇതുപോലെ ഇത്രയും പേർക്കൊക്കെയുള്ള ബിരിയാണി നമുക്ക് ഒറ്റയ്ക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. എന്നിട്ട് ഈ ഒരു തീ നല്ലതുപോലെ കത്തിയതിന് ശേഷം ഇതുപോലെ തിളച്ച് ഒന്ന് പകുതി വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തീയൊക്കെ മാറ്റിക്കളഞ്ഞ് മൂടി വെച്ചാണ് കേട്ടോ ഇനി വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ദമ്മിട്ട് കൊടുക്കുക. ഞാനതൊന്നും കാണിക്കുന്നില്ല, വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്യണത്. അപ്പോൾ 10:30 ആകുമ്പോഴേക്കും നമുക്ക് മദ്രസയിലെ കുട്ടികൾക്ക് ഇത് റെഡിയാക്കി കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇവിടെ ചിക്കനും അതുപോലെ തന്നെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പാക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത്. അച്ചാറൊക്കെ നമ്മൾ ചെറിയ കവറിലാക്കി സിപ്ലോ കവറിലാക്കിയിട്ടാണ് പാക്ക് ചെയ്യണത്. ഇതുപോലെ ചെറിയ കവറിൽ പാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ചോറ് ഇതുപോലെയാണ് കൊടുത്തു വിടുന്നത് കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് റെഡിയാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും.